ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 61. ഉത്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ വന്യമൃഗങ്ങളെയും വളർത്തുമൃഗങ്ങളെയും ദൈവം ഓർത്തു. ഭൂമിയിൽ കാറ്റ് വീശാൻ ദൈവം കളമൊരുക്കി. വെള്ളം ശമിക്കാൻ തുടങ്ങി. അത്യഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു. ആകാശത്തിന്റെ ജലപ്രവാഹ ജാലകങ്ങൾ അടഞ്ഞു. ആകാശത്തു നിന്നുള്ള പേമാരി നിലയ്ക്കുകയും ചെയ്തു. ജലം സാവകാശം ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം തീർത്തും ശമിച്ചു. 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10 മാസത്തേക്ക് വെള്ളം തുടർച്ചയായി കുറഞ്ഞുകൊണ്ടേയിരുന്നു. 10-ാം മാസം 1-ാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി. 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. ആ കൃഷ്ണകാകൻ പോയ പാടെ പോയി. വെള്ളം വറ്റുപോളം അത് അങ്ങുമിങ്ങും പറന്നു നടന്നു. ഭൂമിയിൽ നിന്ന് വെള്ളമിറങ്ങിയോ എന്നറിയാൻ അവൻ ഒരു പ്രാവിനെയും പുറത്തുവിട്ടു. കാലുകുത്തൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിൽ അവന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. എന്നാൽ ഭൂതലമെല്ലാം അപ്പോഴും വെള്ളം കൊണ്ട് മൂടിയിരുന്നു. അവൻ കൈനീട്ടി ആ പ്രാവിനെ പിടിച്ചു തന്റെ അടുക്കൽ പെട്ടകത്തിന്റെ ഉള്ളിലാക്കി. 7 ദിവസം കൂടി കാത്തിരുന്ന ശേഷം അവൻ ആ പ്രാവിനെ പെട്ടകത്തിന് പുറത്തു വിട്ടു. വൈകുന്നേരമായപ്പോൾ ആ പ്രാവ് തിരിച്ചു വന്നു. അതിന് ചുണ്ടിൽ അതാ ഒരു പച്ച ഒലിവില. ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. 7 നാൾ കൂടി കാത്തിരുന്ന ശേഷം നോഹ വീണ്ടും ആ പ്രാവിനെ പുറത്തേക്ക് അയച്ചു. അത് പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നതേയില്ല. നോഹയുടെ ജീവിതത്തിന്റെ 601-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം ഭൂമുഖത്തെ വെള്ളം വറ്റിത്തീർന്നു. നോഹ പെട്ടകത്തിന്റെ മേൽക്കൂര പൊക്കി നോക്കി. ഭൂതലമെല്ലാം ഉണങ്ങിത്തുടങ്ങിയിരുന്നു. 2-ാം മാസം 27-ാം ദിവസം ആയപ്പോഴേക്കും ഭൂമി തീർത്തും ഉണങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. ദൈവം നോഹയോട് പറഞ്ഞു, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൻ. പെട്ടകത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളുമായി നിന്റെ കൂടെയുള്ള സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകി ഭൂമിയിൽ നിറയുകയും ചെയ്യട്ടെ. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളില് ആദ്യത്തെ ഒരു നിരാകാരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അല്ലെ, ജലസഞ്ചയത്തിന് മുകളിൽ അല്ലേ കാറ്റ് വീശിക്കൊണ്ടിരുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു. ആ ഒരു നിരാകാരാവസ്ഥ, എല്ലാം കൊഴിഞ്ഞു മറിഞ്ഞ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ക്രമമുള്ള പ്രപഞ്ചത്തിന് രൂപം കൊടുത്തിരുന്നു. ഉത്പത്തി 1-ാമത്തെ അധ്യായം 1-2 കഴിഞ്ഞിട്ട് പിന്നെ ആ അധ്യായം മുഴുവൻ ആ സൃഷ്ടികർമ്മത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ജലപ്രളയം ആദ്യത്തെ ഒരു നിരാകാരാവസ്ഥ പോലെ എല്ലാം ഇല്ലേ ശൂന്യവും അല്ലേ ആഴവും, ഭൂമി ശൂന്യവും രൂപരഹിതവും ആഴവും അന്ധകാരവും ജലസഞ്ചയവുമായ ആ ഒരു അവസ്ഥയായിരുന്നു ജലപ്രളയത്തിലൂടെ സംഭവിച്ചത്. ആ ആദ്യത്തെ നിരാകാരാവസ്ഥയിൽ നിന്ന് ദൈവം പ്രപഞ്ചത്തിന് രൂപം കൊടുത്തതുപോലെ ഈ ജലപ്രളയം കഴിഞ്ഞപ്പോൾ ആ നിരാകാരാവസ്ഥ മാറി പുതിയൊരു ക്രമമുള്ള ഒരു പ്രപഞ്ചത്തിന് രൂപം കൊടുക്കുകയാണ് ദൈവം. ആദ്യത്തെ പ്രപഞ്ചം ഭാഗികമായി ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെട്ടതിനാൽ പുതിയൊരു സൃഷ്ടികർമ്മമായിട്ടാണ് ഈ സംഭവത്തെ, ഈ ജലപ്രളയത്തിന് ശേഷമുള്ള സംഭവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജലപ്രളയത്തെ അടക്കം നാം ജീവിക്കുന്ന ഈ ലോകം നിരന്തരമായ പുനർനിർമ്മാണവും നവീകരണവും ആവശ്യമുള്ളതാണ് എന്ന് ദൈവം അതിലൂടെ അവതരിപ്പിക്കുകയാണ്. ചരിത്രം അപ്പാടെ എഴുതി വെച്ചിരിക്കുകയല്ല. നിങ്ങൾ പലരും കമന്റുകൾ ചോദിക്കുമ്പോഴൊക്കെ ചരിത്രപരമായ ചോദ്യം ചോദിക്കുന്നത്. ചരിത്രം എഴുതുകയല്ല ഈ ബൈബിൾ എഴുതിയവരുടെ ലക്ഷ്യം. ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളിലൂടെ ദൈവം നൽകുന്ന സന്ദേശം, അതിനാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധ ആൻസലം പറയുന്നത് ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിംഗ്. അതാണ് തിയോളജി. തിയോളജി ഈസ് ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിംഗ്. വിശ്വാസത്തിന് യുക്തിഭദ്രമായ വ്യാഖ്യാനം കൊടുക്കുന്നതാണ് ദൈവശാസ്ത്രം. അത് ചില മെത്രമാർക്കും അച്ഛന്മാർക്കും മാത്രമുള്ളതല്ല, എല്ലാ ക്രിസ്ത്യാനികൾക്കും എല്ലാ അൽമായരും അറിയേണ്ടതാണ്. അപ്പോ ചരിത്രത്തിൽ സംഭവിച്ച സംഭവങ്ങളിലൂടെ ദൈവം ഒരു സന്ദേശം നമുക്ക് നൽകുന്നു. ഈ ജലപ്രളയത്തിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്? ഈ നാം ജീവിക്കുന്ന ഈ ലോകം നിരന്തരമായ പുനർനിർമ്മാണവും നവീകരണവും ആവശ്യമുള്ളതാണ്. നന്നായിട്ട് ശാസ്ത്രം അറിയുന്നവർക്ക് ഇതറിയാം. ഈ ശാസ്ത്രം അറിയില്ല, ബൈബിളും അറിയില്ല, അങ്ങനെ മുറിവൈദ്യന്മാരാണ് ഈ അനാവശ്യ ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. നിങ്ങൾ ഐൻസ്റ്റൈന്റെ സിദ്ധാന്തമൊക്കെ ഒന്ന് പഠിച്ചു നോക്കിയാൽ, ശാസ്ത്രജ്ഞരോട് ചോദിച്ചു നോക്കിയാൽ, നല്ല ശാസ്ത്രജ്ഞന്മാര് അതായത് തുറന്ന ഹൃദയമുള്ളവര് ഈ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കും. കാരണം ഒരു ഘട്ടം എത്തുമ്പോൾ അവർക്ക് പിടികിട്ടാത്ത സംഗതിയിലേക്ക് കടക്കുകയാണ്. വെളിച്ചത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും ക്വാണ്ടം ഫിസിക്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പിടികിട്ടാത്ത സംഗതികൾ വരിക.
ആ പിടികിട്ടാത്ത സംഗതികളൊക്കെ ഉദ്ദേശിക്കുന്നത് ദൈവം ഇതിനൊരു ക്രമം വെച്ചിട്ടുണ്ട്. ആ ക്രമം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഐൻസ്റ്റൈൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ദൈവം വരച്ചിട്ട വരകള് ഒന്ന് ട്രേസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണെന്ന്. അങ്ങനെ നമ്മൾ ശ്രമിക്കണം. മുറിവൈദ്യന്മാരായിട്ട് നമ്മൾ നിൽക്കരുത്. ഒരു പ്രകൃതി ദുരന്തം എന്നാണോ പ്രകൃതി പ്രതിഭാസം എന്നാണോ നാം ഇത്തരം കാര്യങ്ങൾ വിശേഷിപ്പിക്കേണ്ടത് എന്നും ചോദിക്കണം. ഇല്ലേ, നമ്മള് കടൽ തീരത്ത് വീട് വെച്ചിട്ട് വേലിയാറ്റം ഉണ്ടാവുകയോ അല്ലൊക്കെ വരുമ്പോൾ ദുരന്തം. അപ്പൊ നമ്മൾ കുറച്ച് ഇപ്പുറത്തല്ലേ വീട് വെക്കേണ്ടിയിരുന്നത്, കടലിന് അത്യാവശ്യം വന്നു പോകാനുള്ള സ്പേസ് ഇടല്ലേ വേണ്ടിയിരുന്നേ. ഇതുപോലെ മലയോര പ്രദേശങ്ങളിലും. അപ്പൊ നമ്മള് പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ട് പ്രകൃതി അതിനെ റിയാക്ട് ചെയ്യുമ്പോൾ പ്രകൃതി ദുരന്തം എന്ന് വിളിക്കുന്നതുകൊണ്ട് ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. മറിച്ച് ഇതെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് ചെയ്യാനുള്ള സംഗതികൾ ഉണ്ടാകണ്ടേ? അതിന് സർക്കാരുകൾക്ക് ബോധം വേണ്ടേ? ജനങ്ങൾക്ക് ബോധം വേണ്ടേ? അപ്പൊ പ്രകൃതി ദുരന്തം എന്നാണോ പ്രകൃതി പ്രതിഭാസം എന്നാണോ പറയേണ്ടതെന്നൊക്കെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. കുറ്റപ്പെടുത്താനാണെങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്തി ഇഷ്ടംപോലെ സംഗതികളുണ്ട്. നമുക്ക് നമ്മുടെ തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ തോന്നിവാസങ്ങൾക്കെല്ലാം ദൈവം കൂട്ടുനിൽക്കണമെന്ന് വാദിക്കുന്നത് അത്ര ശരിയായ ദൈവശാസ്ത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി നമുക്ക് ദൈവശാസ്ത്രത്തിലേക്ക് കടക്കാം. ദൈവം നോഹയെ ഓർമ്മിച്ചു. ജലപ്രളയ കഥയുടെ ഹൃദയമാണ് ഈ വാചകം. ദൈവം നോഹയെ ഓർമ്മിച്ചു. പ്രളയത്തിന്റെ ഗതിക്ക് മാറ്റം വരുത്തിയ നിർണായക സംഗതിയാണ് ദൈവം നോഹയെ ഓർമ്മിച്ചു എന്ന സംഗതി. ദൈവം നോഹയെ ഓർമ്മിച്ചപ്പോൾ പ്രളയജലം പിൻവാങ്ങാൻ തുടങ്ങി. ദൈവം നോഹയുമായി ഉണ്ടാക്കിയ ഉടമ്പടി ഓർമ്മിച്ചു എന്ന് ധ്വനി ഉണ്ടാകാം. കാരണം ഉൽപ്പത്തി 6:18 9:9 9:17 അങ്ങനെ ഒരു സൂചനയുണ്ട്. ദൈവം നോഹയുമായി ഉടമ്പടി ചെയ്തിരുന്നു. ആ ഉടമ്പടിയാണ് അവൻ ഓർമ്മിച്ചത്. ദൈവം ഓർമ്മിച്ചു. നമ്മൾ അത് ഓർമ്മിക്കുമ്പോൾ അത് ലിറ്റർജി ആകും. ദൈവം ഓർമ്മിച്ച സംഗതി നമ്മൾ ഓർമ്മിക്കുമ്പോൾ അത് ലിറ്റർജി ആകും. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ദൈവം നോഹയെ ഓർമ്മിച്ചു. അപ്പൊ പറയാണ്, ഒരു കാറ്റ് വീശി. ഇവിടെ ഹെബ്രായ പദത്തിന് റൂഹ, ചൈതന്യമെന്നോ ആത്മാവെന്നോ പരിഭാഷയാകാം. കാറ്റ് എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഹീബ്രുവിലെ റൂഹ എന്നാണ്. റൂഹ നമ്മൾ പരിശുദ്ധ റൂഹ, പരിശുദ്ധ കാറ്റ്, അപ്പൊ പരിശുദ്ധ ചൈതന്യം, പരിശുദ്ധ ആത്മാവ് എന്നൊക്കെ നമുക്ക് തർജ്ജമ ചെയ്യാവുന്ന വാക്കാണിത്. ഈ ഉൽപ്പത്തി 1:1-2 ആദ്യ പിണ്ടത്തിന് മേൽ ചലിച്ച് പരിവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മചൈതന്യത്തിലേക്ക് കൈചൂടുന്ന വാക്കാണിത്. ദൈവത്തിന്റെ ആത്മാവിലേക്ക് ഉൽപ്പത്തി 1:2 ഇല്ലേ, ഈ ആദ്യ പിണ്ടത്തിന് മേൽ ചലിച്ച് പരിവർത്തിച്ചുകൊണ്ടിരുന്ന ശക്തമായ ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ ആത്മാവ്, അതിലേക്ക് തന്നെയാണ് ഇവിടെയും ജലപ്രളയത്തിന് മേലെ പരിശുദ്ധ റൂഹ സഞ്ചരിക്കുന്നു, ചലിച്ച് പരിവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് സൃഷ്ടികർമ്മം പരിശുദ്ധ റൂഹയുടെ പ്രവൃത്തിയാണ് എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. പിന്നെ ചില വചനങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഈ അറാറത്ത് മലമുകളിൽ ഈ നോഹയുടെ പെട്ടകം ഉറച്ചു. അർമേനിയയിലെ മലനിരകളെയാണ് ഉദ്ദേശിക്കുന്നത് ഈ അറാറത്ത്. ഏഷ്യ 37-38, ജെരേമിയയുടെ പ്രവചനം 51-27 കാണാം. ഉറാർത്ത് രാജ്യം എന്ന പേരിൽ അസീറിയയുടെ സാഹിത്യത്തിൽ ഈ സ്ഥലം പരാമർശമായിട്ടുണ്ട്. ഇപ്പോഴത്തെ കിഴക്ക് തുർക്കിയിലെ യൂഫ്രട്ടിസ്, നൈഗ്രിസ് നദികളുടെ അത്യുന്നത ഭാഗമാണ് ഈ അറാറത്ത് എന്ന് പറയുന്നത്. പിശീന ബൈബിളിലെ ഖാർദോ മല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖാർദോ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 17,000 അടി ഉയരത്തിലാണ് ഈ അറാറത്ത് മല. സമുദ്രനിരപ്പിൽ 17,000 അടി ഉയരത്തില്. അപ്പൊ ചരിത്രപരമായ ഒരു സ്ഥലത്താണ് ഈ അറാറത്ത് എന്ന് പറയുന്നത്. ചരിത്രപരമായ ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ കാണുന്നത് നോഹ കാക്കയെ, മലങ്കാക്കയെ അയക്കുന്നു, പ്രാവിനെ അയക്കുന്നു, വീണ്ടും പ്രാവിനെ അയക്കുന്നു. പണ്ടൊക്കെ കരയടുത്തോ എന്നറിയാൻ സമുദ്രയാത്രക്കാർ പായ്ക്കപ്പലിൽ നിന്ന് പക്ഷികൾ അയക്കുമായിരുന്നു. ആ രീതി തന്നെയാണ് നോഹയും ഇവിടെ പിന്തുടരുന്നത്. താമസിക്കാൻ പറ്റുന്ന തരത്തിലായോ ഭൂമി എന്നറിയാൻ നോഹ ആദ്യം മലങ്കാക്കയെയും, മലങ്കാക്ക എന്ന് പറഞ്ഞാൽ കരിങ്കാക്ക, നമ്മുടെ നല്ല കൃഷ്ണകാക്ക എന്നൊക്കെ ചിലപ്പോൾ പറയും, പിന്നെ പ്രാവിനെയും അയക്കുന്നു. അങ്ങുമെങ്ങും കറങ്ങി നടന്ന മലങ്കാക്ക അശുദ്ധ മൃഗങ്ങളിൽ ഒന്നാണ്. മനം പുരട്ടിലില്ലാതെ ചീഞ്ഞളിഞ്ഞ മാംസം ഭക്ഷിക്കുന്ന പക്ഷി, സ്കാവഞ്ചർ എന്ന് പറയില്ലേ, അത് തിരിച്ചെത്തിയോ ഇല്ലയോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ആദ്യം അയക്കപ്പെട്ട പ്രാവ് ചെളിയിൽ കാലുകൊത്താൻ ഇഷ്ടപ്പെട്ടില്ല. അത് പെട്ടകത്തിൽ തിരിച്ചെത്തി. നോഹ അതിനെ പിന്നെയും അയച്ചു. തന്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിൽ വിജയിച്ച ആ പ്രാവ് 2 കൂടാതെ 7 എടുക്കണമെന്ന് നിർദ്ദേശിച്ച ശുദ്ധ മൃഗങ്ങളിൽ ഒന്നാണ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്തുകൊണ്ട് 2 പിന്നെ 7 എന്നൊക്കെ നമ്മൾ കണ്ടു ഇല്ലേ. മൃഗങ്ങൾ എന്തുകൊണ്ട് 2 പിന്നെ 7 എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഉൽപ്പത്തി 7:3 ഈ പ്രാവ് ഒരു ഒലിവില ഇങ്ങനെ അതിന് ചുണ്ടിലുണ്ടായിരുന്നു. ഒരു ഒലിവില സമാധാനത്തിന്റെ പരമ്പരാഗത ചിഹ്നമാണ് ഒലിവില. സൈത്തില എന്നാണ് പിശിത, സൈത്തിൻ കൊമ്പുകൾ, പിശിതയില് സൈത്തിൻ കൊമ്പിൽ നിന്നുള്ള ഇല.
പിന്നീട് സത്യദൈവത്തെ ജെറൂസലമിലേക്ക് ആനയിക്കാൻ സൈത്തൻ കൊമ്പുകൾ കയ്യിലേന്തുന്നു ജനം, അല്ലെ? സത്യദൈവമായി ഈശോ ഈ ജെറൂസലത്തേക്ക് അയച്ചുന്നത് എതിരേൽക്കുന്നത് സൈത്തൻ കൊമ്പുകൾ വീശിയിട്ടാണ്, ഒലിവില വീശിയിട്ടാണ്. അപ്പോൾ കുറച്ചുപേര് ഈന്തപ്പനയോല ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു ദൈവശാസ്ത്രമുണ്ട്. ഈന്തപ്പനയോല എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക്, കുരുത്തോല എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ഗ്രീക്ക് വാക്ക് ഫീനിക്സ് എന്നാണ്. ഫീനിക്സ് പക്ഷി, ഒരൊറ്റ പക്ഷിയുള്ളൂ, അത് മരിച്ചതിന് ചെതിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ കുരുത്തോല പിടിച്ചു കുറെ പേര്, ഒലിവില പിടിച്ചു. അതായത് ഈ ഒലിവിലയുമായിട്ട് ഈ പ്രാവ് തിരിച്ചെത്തുന്നു. പിന്നീട് ഒലിവില ഏന്തിയിട്ടാണ് മിശിഹ രാജാവിനെ ജെറൂസലത്തേക്ക് ആനയിക്കുന്നത്. ഇതെല്ലാം തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. സമാധാനം കൊണ്ടുവരുന്ന സമാധാന രാജാവാണ് ഈശോ. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്, ഞാൻ നൽകുന്ന സമാധാനം വേറെയാണ്. ഇതെന്താണ് ആൾക്കാർക്ക് എപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. എന്താണ് ലോകം തരുന്നത് പോലെ അല്ലാത്ത സമാധാനം യേശു നൽകുന്നത്? യേശു നൽകുന്ന സമാധാനം തന്നെയാണ്. യേശു നൽകുന്ന സമാധാനം ഒരാളാണ്, യേശു എന്ന ആള്. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ സമാധാനം നൽകുന്നത്, ഞാൻ എന്നെ തന്നെയാണ് നൽകുന്നത്. ഞാനാണ് സമാധാനം. യേശു എന്ന ആളാണ് സമാധാനം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്, ഞാൻ എന്നെ തന്നെയാണ് നൽകുന്നത്. ആ സമാധാനത്തിന്റെ രാജാവിന്റെ ഒരു പൂർവ്വരൂപം, ഒരു വിശേഷ ദൃഷ്ടാന്തമാണ് ഈ ഒലിവിലയുമായി വരുന്ന പ്രാവ്. പരിശുദ്ധാത്മാവിന്റെ ചിഹ്നമായിട്ട് പുതിയ നിയമത്തില് പ്രാവിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് ഈശോ മിശിഹായിലാണ്. അവനാണ് സമാധാനം. അപ്പൊ ഈ പ്രാവ് കൊണ്ടുവരുന്ന ഒലിവില അത് യേശു എന്ന സമാധാനത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ ആവാസമുള്ള യേശുവിലേക്ക് സൂചന നൽകുന്നു. ഗംഭീരമായ ഒരു സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ ചില കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. 1-ാം മാസം 1-ാം ദിവസം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. പുതുവർഷത്തോടെ ജലം പിൻവാങ്ങി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതുവർഷത്തോടെ ലോകത്തിന് മുഴുവൻ പുതിയൊരു തുടക്കമായി എന്നാണ് പുതുവർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജലപ്രളയം തുടങ്ങിയിട്ട് 10.5 മാസം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. 7:11 നിന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. 10.5 മാസം. നോഹയും കുടുംബവും 2 മാസം കൂടി പെട്ടകത്തിൽ കഴിയുന്നു. ആകെ 1 വർഷത്തിലധികം അവർ പെട്ടകത്തിനുള്ളിൽ കഴിഞ്ഞു. 8-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങൾ നമ്മൾ കണ്ടതാണത്. കൃത്യമായി പറഞ്ഞാൽ 371 ദിവസം, അതായത് 53 ആഴ്ചകൾ. പിന്നീട് സഭയിൽ 53 മണി ജപം എന്ന പേരിൽ ജപമാല പ്രാർത്ഥന ഉടലെടുത്തു. പാപപ്രളയത്തിനിടയിലും പാപരഹിതയായി ജനിച്ച് ജീവിച്ച് അതിജീവനത്തിന് മാതൃക നൽകിയ നോഹയുടെ പെട്ടകമാണ് മറിയമെന്ന് പുതിയ നിയമം വെളിപ്പെടുത്തുന്നു. ആ പെട്ടകത്തിലൂടെയാണ് രക്ഷകൻ ഭൂമിയിലേക്ക് വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം. വർദ്ധിച്ച് പെരുകുവൻ എന്ന കൽപ്പനയും കൊടുക്കുന്നു നോഹയ്ക്ക്. പറവകൾക്കും മത്സ്യങ്ങൾക്കും നൽകപ്പെട്ട കൽപ്പന ഉൽപ്പത്തി 1:22 കൊടുത്ത കൽപ്പന അത് നവീകരിക്കുന്നു. ഈ പുതിയ നവീകരിക്കപ്പെട്ട മനുഷ്യവംശത്തിന് നവീകരിക്കപ്പെട്ട ഒരു പ്രപഞ്ചം, ആ ഘട്ടത്തിലാണ് ഈ മറിയത്തിലേക്ക് സൂചന നൽകുന്ന സംഗതി പറഞ്ഞിരിക്കുന്നത്. അതിഗംഭീരം എന്നല്ലേ ഇതിനെ പറയാൻ പറ്റൂ? പല പ്രാവശ്യം കേൾക്കുക, ധ്യാനിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. അപ്പോൾ തിരുവചന ആഴങ്ങളിലേക്ക് കടക്കാം. ദൈവത്തിന്റെ രഹസ്യങ്ങളിലേക്കും മറിയത്തിന്റെ രഹസ്യങ്ങളിലേക്കും കടക്കാൻ പറ്റും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.